നമ്മുടെ പപ്പുടുവിനെ കാണാണ്ടിരുന്നിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അവനെ കാണാൻ പോയപ്പോൾ അവൻ്റെ റിയാക്ഷൻ ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത്. നേരത്തെ ഇട്ട വീഡിയോൻ്റെ പാർട്ട് 2 ആണ് ഇത്. ആദ്യം കണ്ടപ്പോൾ അവന് ഇത് ആരാന്നൊരു കൺഫ്യൂഷൻ വന്നു, പിന്നെ മുഖത്തൊരു കള്ള ചിരി വന്നു തുടങ്ങി കേട്ടോ. പിന്നെ ഭയങ്കര ചിരിയായിരുന്നു. പക്ഷെ കുഞ്ഞിലത്തെ പോലെയല്ല, ഇപ്പം അവൻ ചിരിക്കാൻ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരെയും മാറിയും തിരിഞ്ഞും നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ കറക്റ്റ് 1 മന്ത് അടുപ്പിച്ചായി അവനെ കണ്ടിട്ട്. അതിന് ശേഷമാണ് ഞാൻ അവനെ കാണാൻ വേണ്ടി പോകുന്നത്. അവനെ എടുത്തപ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ വന്ന മൊമെന്റ് ഏതാണെന്നറിയോ? ഹോസ്പിറ്റലിലെ ലേബർ റൂമിൽ നിന്ന് അവനെ കൊണ്ടുവന്ന കുഞ്ഞു ഫേസ് ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവനെന്തേ ഫിദുവിനെ എന്നെ മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. എത്ര പെട്ടെന്നാലേ സമയം പോകുന്നത്. ആ കുഞ്ഞു മുഖം ഇപ്പതേ വലുതായി 10 മാസമായിട്ടുണ്ട്. എനിക്കൊരു 10-11 വയസ്സുള്ളപ്പോഴാണോ ഫിദൂട്ടി ജനിച്ചത്. പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ മൊമെന്റ്സ് ഒന്നും ഇപ്പോഴും ഓർമ്മയില്ല. ആദ്യം ജനിച്ചപ്പോഴും എനിക്കിങ്ങനെ വലിയ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ലായിരുന്നു. കാണുക കളിപ്പിക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ശരിക്കും നമ്മുടെ പപ്പടുവാണ് എൻ്റെ ലൈഫ് മാറ്റിക്കളഞ്ഞത്. ആർക്ക് വേണ്ടി ഒന്നും ഞാൻ സാക്രിഫൈസ് ചെയ്യാറില്ല കേട്ടോ. പക്ഷെ എൻ്റെ ഉറക്കമായാലും ഞാൻ എൻ്റെ പ്രൊമോഷൻ ഷൂട്ട്സ് ആയാലും എല്ലാം തന്നെ അൽഫാനെ നോക്കുന്ന ടൈമിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ പാത്തുമാമി ബാക്കിലിരിക്കുന്ന കണ്ടോ, ഫുള്ളി റിക്കവർ ആയിട്ടേ ഇല്ല. സർജറി ഇനിയും ബാക്കിയുണ്ട്. പിന്നെ മാമിക്ക് എന്താ സംഭവിച്ചതെന്നുള്ള ഡെലിവറി സ്റ്റോറി മാമിയുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, കാണണമെന്നുള്ളവർക്ക് പോയി കണ്ടാൽ മതി. നമ്മുടെ ചാനലിൽ ഇനി ഒരു ഗിവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാൻ മറക്കണ്ട.